പാലക്കാട് ഒപ്പം വയനാട് കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലാണ് ഭൂമിക്കടിയിൽ നിന്ന് വലിയ ശബ്ദം കേട്ടു എന്ന അനുഭവം അടുത്ത നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. ആ വാർത്തയിലേക്ക് തന്നെ തിരികെ പോകുന്നു. പാലക്കാട് നിഖിൽ പ്രമേഷ് ചെയ്തു. നിഖിൽ, ഈ വയനാട്, കോഴിക്കോട്, പാലക്കാട് ഈ 3 ജില്ലകളിലാണ് ഇങ്ങനെ പ്രകമ്പനം പോലെ ഒരു ശബ്ദം ഒക്കെ കേട്ടു എന്ന് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. ഈ മേഖലയിലെ പ്രത്യേകത, ഇവിടെയെല്ലാം തന്നെ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാടാണെങ്കിൽ നെല്ലിയാമ്പതിയിൽ ഉണ്ടായ മണ്ണിടിച്ചിൽ അത് കഴിഞ്ഞ ആഴ്ചയിലാണ് ഉണ്ടായത്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഈ മേഖലയിൽ തന്നെയാണോ ഈ വലിയ ശബ്ദം കേട്ടു എന്ന് നാട്ടുകാർ പറയുന്നത്? ഈ മേഖലയിലൊന്നും അല്ല പ്രജിൻ. ഇപ്പോൾ നെല്ലിയാമ്പതിയിൽ നിന്നൊക്കെ വളരെ ദൂരെയാണ്. മണ്ണാർക്കാട് ഭാഗത്ത് അൽനല്ലൂർ കുഞ്ഞുകുളം എന്ന പ്രദേശത്താണ് ഏതാണ്ട് 10:30 മണിയോടുകൂടി, ഇന്ന് രാവിലെ 10:30 മണിയോടുകൂടി നേരിയ തോതിലുള്ള ഒരു പ്രകമ്പനം ഉണ്ടായി എന്ന് പറയുന്നത്. ഇതിപ്പോൾ വയനാട്ടിലുണ്ടായ ഈ ചലനത്തിൻ്റെ വാർത്തകൾ കൂടി സജീവമായി വന്നതിന് പിന്നാലെയാണ് നാട്ടുകാർക്ക് രാവിലെ ഉണ്ടായത് ഇത്തരത്തിലുള്ളൊരു ഭൂചലനമായിരുന്നു എന്നുള്ള സംശയം രൂപപ്പെടുന്നതും അവർ അത് വിവിധ കേന്ദ്രങ്ങളിൽ, പഞ്ചായത്ത് അടക്കമുള്ള വിവിധ കേന്ദ്രങ്ങളിൽ വിളിച്ചറിയിക്കുകയും മാധ്യമ സ്ഥാപനങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്തത്. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണവുമില്ല. പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹവും അറിയിക്കുന്നത് ആളുകൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ആളുകൾ വിളിച്ച് ഇത്തരത്തിൽ വിവരങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഈ വീടുകളിൽ ഈ പാത്രങ്ങളടക്കം ആ സമയത്ത് ഈ നേരിയ ചലനം അനുഭവപ്പെട്ട സമയത്ത് വീട്ടിലുണ്ടായിരുന്ന പാത്രങ്ങളടക്കം കുലുങ്ങുകയും താഴെ വീഴുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് വീട്ടമ്മമാരൊക്കെ അറിയിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. പ്രജിൻ, എന്തായാലും റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്താൻ പാകത്തിലുള്ള കുലുക്കം ഉണ്ടായിട്ടില്ല എന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഭൂകമ്പമല്ല എന്ന് പറയുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പ്രകമ്പനമാകാം, അല്ലെങ്കിൽ ഉരുൾപൊട്ടലിന്റെ ഭാഗമായിട്ടുണ്ടായ ചലനമാകാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് ഭൂചലനമല്ല എന്ന് ഈ മണിക്കൂറിൽ വിദഗ്ധർ പറയുന്നുണ്ട്. കൂടുതൽ പഠനം ആ വിഷയത്തിൽ ആവശ്യവുമാണ്. അത് ചെയ്ത ശേഷം അറിയിക്കാമെന്നാണ് ഇപ്പോൾ അധികൃതർ നൽകിയിരിക്കുന്ന